UDF നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ആമുഖങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. വയനാട് കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ ഇവിടെ പൂവണിഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പമാണ് വയനാടിലെ ജനത, കേരളത്തിലെ ജനത എന്ന് അദ്ദേഹത്തോട് നേരിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു വേദിയാണ് ഇത്. നമ്മളതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ പോരാളി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ശ്രീ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരുമല്ല എന്ന് നമുക്കറിയാം. കാരണം സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യ ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രമാത്രം വലിയൊരു വെല്ലുവിളി നമുക്കിനി നേരിടാനില്ല. ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകി ഇന്ത്യയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുന്ന മഹാനായ ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന് ശക്തി പകരുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു ജനാധിപത്യ മതേതര വിശ്വാസിയുടെയും കടമ എന്ന് ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. ഇവിടെ വയനാട് നമുക്കൊരു ഗൃഹാതുരത്വം തരുന്ന ഒരു മണ്ഡലമാണ് വയനാട് പ്രദേശം തന്നെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് നമ്മൾ വിജയിപ്പിച്ചു. കേരളം തന്നെ അന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നു എന്ന് നമുക്കറിയാം. ഈ കാഴ്ച ഇന്ത്യ മുഴുവനും ഇന്ന് കാത്തുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര, ആ യാത്ര ഗ്രാമങ്ങളെ ഇളക്കിമറിച്ചു. ഗ്രാമീണ ജനതയുടെ വികാരങ്ങളെ അദ്ദേഹം ഉൾക്കൊണ്ടു. പാർലമെൻറ്റിൽ അദ്ദേഹം ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടി വാദിച്ചു. ഈ ഇന്ത്യ ഭരണകൂടത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധ, മതേതരത്വ വിരുദ്ധ, അതുപോലെ തന്നെ വർഗീയ പ്രീണനങ്ങളെ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം പാർലമെൻറ്റിൽ ഉജ്ജ്വലമായി പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, കോർപ്പറേറ്റുകളോടുള്ള ഗവൺമെൻറ്റിൻ്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു വിരോധം വെച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ, അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കുവാനൊക്കെ ഗവൺമെൻറ് ശ്രമിച്ചത്. ഒരുപക്ഷേ അദ്ദേഹത്തെ വേട്ടയാടാനോ അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചേക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞ സത്യത്തെ മൂടിവെക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ലോകത്ത് അത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് മുന്നോട്ട് പോകാം, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഗാന്ധിജി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭരണകൂടത്തിൻ്റെ ഭീകരത എന്നുള്ളത് അത് ആദ്യം നിങ്ങളെ പരിഹസിക്കും, അത് പിന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തും, അത് നിങ്ങളെ പല വിധത്തിലും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കും. ഇങ്ങനെ പലതും നടത്തും ഭരണകൂട ഭീകരത. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ഉണ്ടായത്. ഭരണകൂടം അവർക്ക് കഴിയാവുന്ന വിധത്തിലൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചു, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചു, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗാന്ധിജി പറഞ്ഞു, അവസാനം ഇതെല്ലാം നേരിട്ടുകൊണ്ട് ഒരു നേതാവ് വിജയത്തിലേക്ക് വരും. അതാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇന്ത്യ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പുതിയ കാലഘട്ടത്തിലെ ഇന്ത്യയുടെയും വളർച്ചയ്ക്ക് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം അണിനിരക്കുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.